ആഹാ, ഞാൻ ഗ്രാമത്തിലേക്ക് പോയി ഒരു കോഴിയെ കൊണ്ടുവരാൻ തീരുമാനിച്ചതാ. എന്നാൽ അതിന് ഇവിടെ തന്നെ കിട്ടിയല്ലോ. അത് വേനൽക്കാലം. ഒരാൽമരത്തിന്റെ ചുവട്ടിൽ ഒരുപാട് മൃഗങ്ങളിരുന്ന് വിശ്രമിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരും അവിടെ ഇരിക്കുന്ന സമയം ഒരു ചെറിയ കോഴിക്കുഞ്ഞ് അതുവഴി വന്നു. അല്ല, ഈ കാട്ടിൽ നീ എന്താ ചെയ്യുന്നേ? എന്റെ പേര് മുന്നു. നിനക്ക് നല്ല ഭംഗിയുണ്ട് മുന്നു. എന്നാൽ നിനക്കിവിടെ ആപത്തുണ്ട്. നീ കാട്ടിലേക്ക് എന്തിനാ വന്നത്? നീ ഗ്രാമത്തിലല്ലേ ഉണ്ടായിരിക്കുക? ഞാനും അമ്മയും ഒരു കർഷകന്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹം വയലിലേക്ക് പോയി. ഞാൻ കൂട്ടിലായിരുന്നു. എന്റെ അമ്മ പുറത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എവിടെ നിന്നോ ഒരു നായ വന്നു. എന്നെ ആക്രമിക്കാൻ വേണ്ടി ആ നായ അടുത്തേക്ക് വന്നു. അപ്പൊ എന്റെ അമ്മ കണ്ടു ആ നായ എന്റെ അടുത്തേക്ക് വരുന്നത്. അതുകൊണ്ട് നായയുടെ ശ്രദ്ധ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു. അങ്ങനെ അമ്മ ഈ കാട്ടിലേക്ക് ഓടി വന്നു. ആ നായയും അമ്മയുടെ പിന്നാലെ വന്നു. അമ്മയെ തേടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് കേട്ട ഉടനെ എല്ലാ മൃഗങ്ങളും ഒരുപാട് വിഷമിച്ചു. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മുന്നു. നിന്റെ അമ്മയെ തേടാൻ ഞങ്ങൾ നിന്നെ സഹായിക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാൻ മറ്റു മൃഗങ്ങളോടായി പറഞ്ഞു, നമ്മളെല്ലാവരും ഓരോ ദിശയിലേക്ക് പോയി മുന്നുവിന്റെ അമ്മയെ അന്വേഷിക്കണം. മോട്ടുകുരങ്ങ, നീ എപ്പോഴും മുന്നുവിന്റെ കൂടെ ഇരിക്കണം. അവരെ കണ്ടെത്തിയാലും ഇല്ലെങ്കിലും സന്ധ്യ ആവുമ്പോൾ എല്ലാവരും ആൽമരത്തിന്റെ ചുവട്ടിൽ വരണം. ഇങ്ങനെ പറഞ്ഞ എല്ലാവരും അമ്മക്കോഴിയെ അന്വേഷിക്കാൻ ആരംഭിച്ചു. ഒരു വശത്ത് സിംഹം കഴുതപ്പുലിയോട് ഇങ്ങനെ പറഞ്ഞു, കഴുതപ്പുലിയെ, ഇത് കേൾക്ക്. ഞാൻ എന്റെ സഹോദരനെ കാണാൻ അവന്റെ കാട്ടിലേക്ക് പോകുന്നു. എപ്പോൾ വരെ ഞാൻ തിരിച്ചു വരുന്നില്ലയോ അതുവരെ നീ ഈ കാട് നോക്കണം. എന്നാൽ ഓർമ്മയിരിക്കട്ടെ, ഞാൻ തിരിച്ചു വരുമ്പോൾ നിന്നെക്കുറിച്ച് ഇവിടെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ നിനക്കത് ആപത്തായി മാറും. അയ്യോ, താങ്കൾ വിഷമിക്കണ്ട. അങ്ങനെ ഒന്നും തന്നെ ഇവിടെ നടക്കുകയേയില്ല. അങ്ങനെ പറഞ്ഞതും സിംഹം അവിടെ നിന്ന് പോയി. ഇങ്ങേ വശത്ത് എല്ലാ മൃഗങ്ങളും അമ്മക്കോഴിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മറുവശത്ത് കഴുതപ്പുലി രാജാവായതിനു ശേഷം അവിടെയുള്ള മൃഗങ്ങളെല്ലാം വേട്ടയാടി കൊന്നുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും ഇതുതന്നെ തുടർന്നു. മൃഗങ്ങളെല്ലാവരും കോഴിയെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. സന്ധ്യയായതിനു ശേഷമേ എല്ലാവരും ആൽമരത്തിന് ചുവട്ടിൽ വരികയുള്ളൂ. അങ്ങനെ 3 ദിവസം കഴിഞ്ഞുപോയി. ഇപ്പോൾ കഴുതപ്പുലി ചിന്തിക്കാൻ ആരംഭിച്ചു, സിംഹം തിരിച്ചു വരുമ്പോൾ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന്. അയ്യോ, എനിക്ക് പണി കിട്ടി. സിംഹം തിരിച്ചു വരുമ്പോൾ എന്നെക്കുറിച്ച് മൃഗങ്ങളൊക്കെ നന്നായി പറഞ്ഞു കൊടുക്കും. ഞാനിപ്പോൾ എന്ത് ചെയ്യും? സിംഹം വന്ന് പ്രശ്നമുണ്ടാക്കുമല്ലോ. അദ്ദേഹം പറയുന്നത് വിശ്വസിക്കരുതല്ലോ. അങ്ങനെ കുറച്ചു നേരം കഴുതപ്പുലി ചിന്തിച്ചതിനു ശേഷം അവനൊരു ഐഡിയ തോന്നി. കുറച്ചു ദൂരത്ത് അതാ കോഴിയെ കാണാൻ ഇടയായി. ആ സമയത്ത് മോട്ടു എന്ന കുരങ്ങും ആ അമ്മക്കോഴിയെ തേടി അവിടെ എത്തി. ആ കോഴിയമ്മേ, നിങ്ങൾ ഇവിടെയുണ്ടോ? ആഹാ, ഞാൻ ഗ്രാമത്തിലേക്ക് പോയി ഒരു കോഴിയെ കൊണ്ടുവരാൻ തീരുമാനിച്ചതാ. എന്നാൽ അതിന് ഇവിടെ തന്നെ കിട്ടിയല്ലോ. അങ്ങനെ പറഞ്ഞ് അതാ കോഴിയുടെ മേൽ ചാടി വീണു. എന്നാൽ കോഴി സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്നോടി. എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ വിട്ടേക്ക്. നിന്നെ വിട്ടാൽ സിംഹം എന്നെ തിന്നും. കോഴി ഓടിക്കൊണ്ടേയിരുന്നു. അതിന്റെ പിന്നാലെ കഴുതപ്പുലിയും തൊട്ടു പിന്നാലെ മോട്ടുകുരങ്ങും ഉണ്ടായിരുന്നു. ആ പാവം കോഴി ഓടി ഓടി സിംഹത്തിന്റെ ഗുഹയിലേക്ക് ചെന്നു. എന്തായാലും നന്നായി. ഇത് തന്നെ ഗുഹയിൽ വന്ന് കയറിയല്ലോ. കഴുതപ്പുലി, ദയവ് ചെയ്ത് അവിടെ വിട്ടേക്കൂ. ഞാനിതിനെ വിടാനൊന്നും പോകുന്നില്ല. സിംഹരാജാവ് വന്നുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമുള്ള ഈ കോഴിയെ ഞാൻ കൊടുത്താൽ അദ്ദേഹം എന്നെ കണ്ട് ഒരുപാട് സന്തോഷിക്കും. അങ്ങനെ പറഞ്ഞ്
അത് അതിന്റെ കൂട്ടുകാരെ വിളിച്ചു വരുത്തി. അവർ രണ്ടുപേരും ഗുഹയ്ക്ക് പുറത്ത് കാവലിരുന്നു. അതിനുശേഷം കഴുതപ്പുലി ഗുഹയ്ക്കകത്തേക്ക് പോയി. പേടിക്കണ്ട, ഞാൻ നിന്നെ കൊല്ലുകയൊന്നുമില്ല. നിന്നെ സിംഹം വന്ന് വേട്ടയാടാൻ പോകുന്നു. അത് കണ്ട് മോട്ടുകുരങ്ങ് വേഗം ആൽമരത്തിന്റെ അടുത്തേക്ക് പോയി. എല്ലാ മൃഗങ്ങളും മുന്നോന്റെ ഒപ്പം ആ ആൽമരത്തിന്റെ ചുവട്ടിൽ വന്നു നിന്നു. ഇത്രയും നാളും നിങ്ങളും എന്റെ കൂടെ കഷ്ടപ്പെട്ട് തേടുകയായിരുന്നു. പക്ഷെ എന്റെ അമ്മ എവിടെയാ പോയത്? പേടിക്കണ്ട മുന്നു, ഇത്രയും ദിവസമായിട്ടും മോട്ടുകുരങ്ങ് ഇതുവരെ വന്നില്ലല്ലോ. ചിലപ്പോ മോട്ടുവിന് നിന്റെ അമ്മയെ കിട്ടിയെങ്കിലോ? അല്പം കഴിഞ്ഞ് മോട്ടുകുരങ്ങ് അവിടെ എത്തി. അവിടെ ഇരുന്ന് അണച്ചുകൊണ്ടിരുന്നു. അവനത് നിർത്താൻ കഴിഞ്ഞില്ല. അല്ല മോട്ടു, നീ എന്തിനാ പേടിക്കുന്നത്? ഞാൻ എൻ്റെ അമ്മയെ കണ്ടെത്തി. എന്നാൽ അവരുടെ ജീവൻ ഇപ്പോൾ ആപത്തില. നീ എന്താ പറഞ്ഞു വരുന്നത്? അപ്പൊ മോട്ടു അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതെല്ലാം കേട്ട് ആ പാവം കുട്ടി ഭയന്നു. ദൈവമേ, ഇനി അമ്മയെ എങ്ങനെ നമ്മൾ രക്ഷിക്കുക? നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. എന്റെ കയ്യിലൊരു ഉപായമുണ്ട്. അത് വെച്ച് നമുക്ക് നിന്റെ അമ്മയെ രക്ഷിക്കാം. അങ്ങനെ പറഞ്ഞ് മാൻ തന്റെ പദ്ധതി പറഞ്ഞു. അടുത്ത ദിവസം സിംഹം കാട്ടിലേക്ക് തിരിച്ചു വന്നു. സിംഹം അതിന്റെ ഗുഹയിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാ മൃഗങ്ങളും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് അത് കേട്ടു. സംഭവിക്കാൻ പോകുന്നത് ഓർക്കുമ്പോൾ വിഷമം വരുന്നു. എന്നാൽ അത് ആർക്ക് തടയാൻ പറ്റും? സിംഹരാജാവ് മരിക്കാൻ പോകുന്നു. അത് കേട്ട സിംഹത്തിന് ദേഷ്യം വന്നു. സിംഹം ഉടനെ അവരുടെ അടുത്തേക്ക് പോയി. നീ എന്താ പറഞ്ഞത്? ഞാൻ ചത്തുപോകുമെന്നോ? സിംഹരാജ, ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. വലിയ ബുദ്ധിശാലിയാണെന്നാണോ കരുതുന്നത്? പറയൂ, ഞാൻ മരിച്ചു പോകുമെന്ന് ആരാണ് പറഞ്ഞത്? ഞങ്ങൾക്ക് നിങ്ങളോട് ഒന്നും പറയാൻ പറ്റില്ല രാജ. കാരണം ഞങ്ങളുടെ ജീവൻ ആപത്താണ്. നിങ്ങൾ എന്നോട് പറയുന്നോ, അല്ലെങ്കിൽ ഞാൻ തന്നെ നിങ്ങളെ കൊല്ലണോ? ഇല്ല, പറയാം സിംഹരാജ. നിങ്ങൾ കഴുതപ്പുലിക്ക് അധികാരം കൊടുത്ത് കാട്ടിൽ നിന്ന് പോയതിനു ശേഷം എല്ലാവരും ആ കഴുതപ്പുലിയെ ഒരുപാട് ബഹുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഴുതപ്പുലി നിങ്ങളെ കൊന്ന് രാജാവാകാനുള്ള മോഹത്തിലാ. എന്നെ കൊല്ലുന്നത് അത്ര എളുപ്പമാണെന്ന് കരുതിയോ? അതിനറിയാം നിങ്ങളെ കൊല്ലാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് അതൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. എന്ത് പ്ലാൻ? തൊട്ടടുത്ത ഗ്രാമത്തിൽ ബ്ലഡ് ഫ്ലൂ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള കോഴിയും കോഴിക്കുഞ്ഞും ഒക്കെ നമ്മുടെ കാട്ടിലേക്ക് വന്നിരിക്കുക. അവറ്റകളെ കഴിക്കുന്നവരൊക്കെ ചത്തുപോകും. അതുകൊണ്ടാണ് ഗ്രാമത്തിലുള്ളവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന കോഴിയും കോഴിക്കുഞ്ഞിനെ എല്ലാം ആട്ടി ഓടിച്ചത്. ആ കഴുതപ്പുലി അതുപോലൊരു കോഴിയാണ് ഗുഹയിൽ വെച്ചിരിക്കുന്നത്. ആ കോഴിയാണ് അങ്ങക്ക് ഭക്ഷണത്തിനായി കരുതി വെച്ചിരിക്കുന്നത്. അങ്ങത് ഭക്ഷിച്ചാൽ 2-3 ദിവസം കൊണ്ട് അങ്ങക്ക് വയ്യാതെ ആവും. അതിനുശേഷം മറ്റു കഴുതപ്പുലികളെയും ചേർത്ത് അങ്ങയെ ആക്രമിക്കാനാണ് പദ്ധതി. എന്താണെന്ന് ഞാൻ പോയി നോക്കാം. കുറച്ചു കഴിഞ്ഞ് സിംഹരാജൻ ഗുഹയിലേക്ക് വന്നപ്പോൾ ഗുഹയ്ക്ക് പുറത്ത് 2 കഴുതപ്പുലികൾ കാവൽ നിൽക്കുന്നത് സിംഹരാജൻ കണ്ടു. ഇവിടെ യഥാർത്ഥത്തിൽ 2 കഴുതപ്പുലിയുണ്ട്. അങ്ങനെയെങ്കിൽ ചോട്ടു പറഞ്ഞത് സത്യം തന്നെയാണ്. സിംഹരാജൻ ഗുഹയിലേക്ക് പോയി. കഴുതപ്പുലി സിംഹരാജനെ കണ്ട് സന്തോഷിച്ചു. സിംഹരാജാവേ വന്നോ, ഇവിടെ നോക്കൂ. ഞാൻ നിങ്ങൾക്കായി ഒരുപാട് ഇഷ്ടമുള്ള ഒരു കോഴിയെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ പദ്ധതി ഇതായിരുന്നല്ലേ? ഈ കോഴിയെ തിന്ന് എനിക്ക് അസുഖം വരണം. അയ്യോ, താങ്കൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്നെ ഒരു രോഗിയാക്കി മാറ്റി നിന്റെ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് എന്നെ തീർത്തു കെട്ടാനല്ലേ നോക്കുന്നത്? അത് തന്നെയല്ലേ? എന്നാൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അങ്ങനെ പറഞ്ഞ് സിംഹരാജൻ കഴുതപ്പുലിയെ ആക്രമിച്ചു. കഴുതപ്പുലി അവിടെ തന്നെ ചത്തുവീണു. അത് കണ്ട 2 കഴുതപ്പുലികളും അവിടെ നിന്ന് ഓടിപ്പോയി. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ നിന്നും വേഗം പോയിക്കോ, ഇല്ലെങ്കിൽ എനിക്ക് അസുഖം വരും. അത് കേട്ട് കോഴിയും സന്തോഷിച്ച് പുറത്തേക്ക് വന്നു.
ആ കോഴി കുറച്ചു ദൂരം പോയപ്പോൾ അതിന്റെ കുട്ടി മുന്നു അതിന്റെ മുന്നിൽ വന്നു നിന്നു. അതിന്റെ കൂടെ മോട്ടു എന്ന കുരങ്ങനും മാനും കരടിയും ആനയും എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്നു. മുന്നു, അമ്മേ, അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ കാരണാ എനിക്ക് എന്റെ അമ്മയെ തിരിച്ചു കിട്ടിയത്. സാരമില്ല മുന്നു, ദിവസവും ഞങ്ങളോട് സംസാരിക്കാൻ വരുമോ? അതിനുശേഷം എല്ലാ മൃഗങ്ങളും വളരെ സന്തോഷത്തോടെ മുന്നുവിനെയും അമ്മയെയും ഗ്രാമത്തിലേക്ക് അയച്ചു. ചേച്ചി, ഈ അണ്ണാരക്കണ്ണന്റെ കുടുംബം എല്ലാരെയും വെറുപ്പിക്കുന്നുണ്ട്. അവരെല്ലാവരെയും സഹായിക്കും, അതുകൊണ്ട് എല്ലാവർക്കും അവരെ ഇഷ്ടമാണ്. ഞാനൊരു മയില, എന്നാലും എന്നെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. നീ പറഞ്ഞത് ശരിയാണ്. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് അവരുടെ കുടുംബം നശിപ്പിക്കാം. ഈ കഥ ഉത്തരാഖണ്ഡിലെ ഒരു കാടിൻ്റെതാണ്. അവിടെ ഒരു അണ്ണാരക്കണ്ണന്റെ കുടുംബം ഉണ്ടായിരുന്നു. അത് വളരെ നല്ല കുടുംബമാണ്. അവർ കാട്ടിൽ ജീവിക്കുന്ന എല്ലാ മൃഗങ്ങളെയും സഹായിക്കുമായിരുന്നു. പ്രശ്നമെന്നെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എല്ലാ കുടുംബങ്ങളും അണ്ണാരക്കണ്ണനെ തേടിയാണ് വരിക. ഇവരുടെ നന്മ കണ്ട് ചില മൃഗങ്ങൾ അസൂയപ്പെട്ട് അവർക്ക് ശത്രുക്കളായി മാറി. ഒരു ദിവസം കുഞ്ഞ് അണ്ണാരക്കണ്ണൻ അവരുടെ അച്ഛനമ്മയോട് ഇങ്ങനെ പറഞ്ഞു: അമ്മേ, അച്ഛ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കണം. എന്താ നിനക്ക് കേൾക്കേണ്ടത്, പറമോനെ? നമ്മൾ എല്ലാവരെയും ഇപ്പൊ തൊട്ടാണ് സഹായിക്കാൻ തുടങ്ങിയത്. ഞാൻ പറയാൻ വരുന്നത്, നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തൊട്ടാണ് സഹായിക്കാൻ തുടങ്ങിയത്. മോനെ, നിന്റെ അച്ഛന് ഇതിനൊരു കഥയുണ്ട്. അമ്മേ, വേഗം ആ കഥ എനിക്ക് പറഞ്ഞതാ അമ്മേ. മോനെ, ഒരുപാട് ദിവസം മുന്നേ നടന്ന കാര്യമാ. നിന്റെ അച്ഛൻ എവിടുന്നോ തിരിച്ച് വീട്ടിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ എവിടെയോ തട്ടിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ കാലൊടിഞ്ഞു പോയി. അന്ന് അദ്ദേഹത്തിന് വീട്ടിലേക്ക് നടന്നു പോലും വരാൻ കഴിഞ്ഞില്ല. അതെ അമ്മേ, പിന്നെ എന്ത് സംഭവിച്ചമ്മേ? അപ്പോ നിന്റെ അച്ഛൻ എല്ലാവരോടും സഹായം ചോദിച്ചു. പക്ഷെ ആരും അദ്ദേഹത്തെ സഹായിച്ചില്ല. അദ്ദേഹം വേദനയിൽ പിടഞ്ഞുകൊണ്ടിരുന്നു. അത്ര തന്നെ ഞങ്ങൾ അന്നേ തീരുമാനിച്ചു, ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ ഞങ്ങൾ തീർച്ചയായും അവർക്ക് പറ്റുന്ന സഹായം ചെയ്യണമെന്ന്. അങ്ങനെ അന്നു മുതൽ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കാൻ തുടങ്ങി. പക്ഷെ അമ്മേ, ചില ആളുകൾ വളരെ മോശ സ്വഭാവമാണല്ലേ? ആരെങ്കിലും വേദനയിലുള്ളപ്പോൾ അവരെ സഹായിക്കാതെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അതെടാ മോനെ, എല്ലാവർക്കും അവരവരുടെ പണിയാണ് വലുത്. ഒരുപാട് പേർക്ക് സ്വാർത്ഥതയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരെയും സഹായിക്കുന്നത്. അങ്ങനെ അന്നു മുതൽ ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങി. ആരെങ്കിലും അനാഥ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛൻ അവരെ കൂടെ നിർത്തും. അവരെ സ്വന്തം കുട്ടികളെ പോലെ തന്നെ കാണും. ഇത് വളരെ നല്ല കാര്യമാണല്ലേ അച്ഛൻ അനാഥ കുട്ടികളെ കൂടെ നിർത്തുന്നത്. ഇനി അവർക്ക് ഒറ്റയ്ക്കിരിക്കേണ്ട ആവശ്യമേ ഇല്ല. അല്ലെങ്കിൽ ഇത്ര ചെറിയ പ്രായത്തിൽ പാവം ആ കുട്ടികൾ എന്ത് ചെയ്തിരിക്കും? ഏതെങ്കിലും വലിയ മൃഗം അവരെ വേട്ടയാടിയിട്ടുണ്ടാകും. അതേടാ മോനെ, നീയും വലുതായ നിന്റെ അച്ഛനെ പോലെ തന്നെ ആവണം. എല്ലാവരെയും സഹായിക്കണം. ഒരു ദിവസം താറാവുകൾക്ക് കഴിക്കാൻ ഒന്നുമില്ലാതായിരുന്നു. അതുകൊണ്ട് അവർ ഭക്ഷണം ചോദിക്കാൻ അണ്ണാരക്കണ്ണന്റെ വീട്ടിൽ വന്നു. അണ്ണാരക്കണ്ണന്റെ അമ്മേ, ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം തീർന്നു പോയി. അതുമല്ലാതെ ഞങ്ങൾ ഇപ്പൊ സുഖമില്ലാതായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനേ കഴിഞ്ഞില്ല. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം തരുമോ? അപ്പൊ അണ്ണാരക്കണ്ണന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു: ഗിലിഗിലി താറാവേ, ഞങ്ങൾ തീർച്ചയായും നിന്നെ സഹായിക്കും. താറാവുകൾ വളരെ സന്തോഷത്തോടെ ആ ഭക്ഷണം എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു. ആ കാടിനുള്ളിൽ നല്ല മൃഗങ്ങളോടൊപ്പം തന്നെ മോശമായ മൃഗങ്ങളും ഉണ്ടായിരുന്നു. അവർ അണ്ണാരക്കണ്ണന്റെ കുടുംബം നോക്കി അസൂയപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ അസൂയപ്പെടുന്ന മൃഗങ്ങളിൽ ഒരു പൂച്ചയും മയിലും ഉണ്ടായിരുന്നു. അവരുടെ പേര് നാട്ടി പിന്നെ ടിക്ലി. രണ്ടുപേർക്കും അണ്ണാരക്കണ്ണന്റെ കുടുംബം ഇഷ്ടമേ അല്ല. അതുകൊണ്ട് അവർക്കെതിരെ ഒരു ചതിക്കുഴി പ്ലാൻ ചെയ്തു. ചേച്ചി, ഈ അണ്ണാരക്കണ്ണന്റെ കുടുംബം എല്ലാരെയും വെറുപ്പിക്കുന്നുണ്ട്. അവരെല്ലാവരെയും സഹായിക്കും, അതുകൊണ്ട് എല്ലാവർക്കും അവരെ ഇഷ്ടമാണ്. ഞാനൊരു മയില, എന്നാലും എന്നെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല.
നീ പറഞ്ഞത് ശരിയാണ്. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് അവരുടെ കുടുംബം നശിപ്പിക്കാം. അത് കഴിഞ്ഞ ഒരു ദിവസം കുഞ്ഞു അണ്ണാറക്കണ്ണൻ കളിക്കാനായി പോയപ്പോൾ അവരുടെ അച്ഛനമ്മ വീട്ടിലായിരുന്നു. ആ സമയം നോക്കി നാട്ടിൽ പൂച്ചയും പിന്നെ ടിക്ലി മയിലും ചേർന്ന് അവരെ ആക്രമിച്ചു കളഞ്ഞു. ഒന്ന് അച്ഛനെയും പിന്നൊന്ന് അമ്മയെയും ആക്രമിച്ചു. പിന്നെ അവരെ ശ്വാസം മുട്ടിച്ച് കൊന്നു കളഞ്ഞു. അത് കഴിഞ്ഞ് അവർ അവിടുന്ന് പുറപ്പെട്ടു. കുഞ്ഞണ്ണാറക്കണ്ണൻ വീട്ടിൽ എത്തിയതും അവരുടെ അച്ഛനമ്മയുടെ അവസ്ഥ കണ്ട് അവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അമ്മേ, അച്ഛ, എഴുന്നേക്കൂ. എന്തു പറ്റി നിങ്ങൾക്ക്? ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഈ കാട്ടിൽ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എന്നാലും ആരാ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? കുഞ്ഞണ്ണാറക്കണ്ണൻ കരഞ്ഞു. അത് കഴിഞ്ഞ അച്ഛനമ്മ മരിച്ച കാര്യം അറിഞ്ഞ് ആ കാട്ടിലെ മറ്റുള്ള മൃഗങ്ങളെല്ലാവരും കുഞ്ഞണ്ണാറക്കണ്ണനെ ആശ്വസിപ്പിച്ചു. ബോണി പറവ, കാലു കാക്ക, പിന്നെ കുറുമ്പൻ കുരങ്ങൻ ഇങ്ങനെ പറഞ്ഞു: കുഞ്ഞണ്ണാറക്കണ്ണ, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഈ കാട്ടിലുള്ള അണ്ണാറക്കണ്ണന്റെ മഹാറാണിയെയും മഹാരാജാവിനെയും ആരാണ് കൊന്നത്? എന്റെ മോനെ, നീ ഇത്ര ചെറുപ്പത്തിൽ അനാഥയായി പോയല്ലോ. ബോണി പറവ കരയാൻ തുടങ്ങി. അപ്പോഴാണ് കുറുമ്പൻ കുരങ്ങൻ പറഞ്ഞത്: എനിക്ക് തോന്നുന്നത് ഇത് ചെയ്തത് ആ പൂച്ചയും മയിലുമാണെന്നാ. കാരണം ഈ കാട്ടിൽ അവർ രണ്ടുപേരും മാത്രമാണ് അണ്ണാറക്കണ്ണന്മാരോട് ഇങ്ങനെ ചെയ്യുന്നത്. അവർ തന്നെ ആയിരിക്കും ഇവരെ കൊന്നത്. അതെ, എല്ലാവരും ചേർന്ന് അവരെ ഒരു പാഠം പഠിപ്പിക്കാം. പിന്നെ എല്ലാ മൃഗങ്ങളും നാട്ടെയും ടിക്ലിയെയും കാട്ടിൽ അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നു. നാട്ടിയും ടിക്ലിയും ഒരു ഗുഹയിൽ ഒളിഞ്ഞിരുന്നു. കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും അവരെ അന്വേഷിച്ചാണ് വരുന്നതെന്ന് അവർക്ക് നന്നായി മനസ്സിലായി. ടിങ്ക്ലി, നമ്മൾ ആ അണ്ണാറക്കണ്ണനെ കൊന്ന കാര്യം എല്ലാവരും അറിഞ്ഞെന്നാ തോന്നുന്നേ. നമ്മളാണ് കുഞ്ഞണ്ണാറക്കണ്ണനെ അനാഥയാക്കിയെന്ന് എല്ലാവരും നമ്മളെ കൊല്ലാനായി വരുന്നുണ്ട്. അതി, നീ പറഞ്ഞത് ശരിയാ. വാ, നമുക്ക് ഈ കാട്ടിൽ നിന്ന് ഓടിപ്പോകാം. അവർ രണ്ടുപേരും ഓടിപ്പോകാൻ ശ്രമിച്ചപ്പോൾ ശരിയായ സമയത്ത് എല്ലാ മൃഗങ്ങളും ആ ഗുഹയിൽ വന്നു. അപ്പൊ അവർക്ക് ഓടിപ്പോകാനേ കഴിഞ്ഞില്ല. കറുത്ത കാക്കേ, ഇവരെ നന്നായി കൊത്തി കൊത്തി നല്ല ഒരു ശിക്ഷ കൊടുക്ക്. എല്ലാവരും അവരെ കൊല്ലാനായി ശ്രമിച്ചപ്പോൾ കുഞ്ഞണ്ണാറക്കണ്ണന് ഇത് ശരിയായി തോന്നിയില്ല. ആ കുഞ്ഞണ്ണാറക്കണ്ണൻ എല്ലാവരോടും പറഞ്ഞു: ഇല്ല, ഇവരെന്റെ അച്ഛനമ്മയെ കൊന്നു എന്ന് കരുതി ഞാൻ ഇവരെ കൊന്ന പ്രതികാരം വീട്ടില്ല. എന്റെ അച്ഛനമ്മ എല്ലാരും സഹായിക്കാനാണ് കരുതിയത്. ഞാൻ ഇവര് കാരണമാണ് അനാഥയായത്. ഞാൻ ചെയ്ത പോലെ ഞാൻ ഇവരോട് ചെയ്താൽ പിന്നെ ഇവർക്കും എനിക്കും എന്ത് വ്യത്യാസമുണ്ടാകും? കുഞ്ഞണ്ണാറക്കണ്ണ, ഞങ്ങളോട് ക്ഷമിക്കേ. ഞങ്ങൾ നിന്റെ അച്ഛനമ്മയെ കൊന്ന് ഒരു വലിയ പാപം ചെയ്തു. അതെ, ഞങ്ങളോട് ക്ഷമിക്കൂ. ഞങ്ങൾക്ക് അവരെ കാണുമ്പോൾ അസൂയ തോന്നിയിരുന്നു. എന്തെന്നാൽ അവരെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു വലിയ പാപം ചെയ്തു. കുഞ്ഞണ്ണാറക്കണ്ണൻ അവരോട് ക്ഷമിച്ചു. അവൾ അനാഥയായിരുന്നു. പക്ഷെ അവളുടെ അച്ഛനമ്മ പറഞ്ഞു കൊടുത്ത കാര്യം അവൾക്ക് ഓർമ്മയിലുണ്ട്. പിന്നെ കുഞ്ഞനിൽ ബോണി പറവയോടൊപ്പം ഇരുന്നു. ബോണി പറവ അവളെ നന്നായി നോക്കി. കുഞ്ഞണ്ണാറക്കണ്ണനും അവരുടെ അച്ഛനമ്മയെ പോലെ എല്ലാവരെയും സഹായിച്ചു. ഈ കഥയിലൂടെ നമ്മൾ എന്തുപാടെ പഠിച്ചു എന്നോ? തെറ്റുകാർക്ക് നമ്മൾ തെറ്റ് ചെയ്യരുത്. തെറ്റ് ചെയ്യുന്നവരെ പരിഹരിക്കാൻ എത്രയോ മാർഗമുണ്ട്. മോശമായവർക്ക് നമ്മൾ മോശമായി ചെയ്താൽ പിന്നെ അവർക്ക് നമുക്ക് വ്യത്യാസമുണ്ടാകില്ല. ഈ ഒരു വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.